തൃശൂർ ഇരിങ്ങാലക്കുട ചേലൂരിലെ ദമ്പതികൾ ഇന്ന് ദുരിതത്തിലാണ്. വർഷങ്ങൾക്ക് മുൻപുണ്ടായ വാഹനാപകടത്തിന് പിന്നാലെ ചേലൂർ സ്വദേശി അനീഷിന് കാഴ്ചയും നഷ്ടപ്പെട്ടു. തുടർന്ന് ആന്തരിക അവയവങ്ങളും തകരാറിലായി. 2018 അപകടത്തിൽ തെറ്റുകാരൻ അല്ലായിരുന്നിട്ടും ഭർത്താവിനെ കേസിൽ പ്രതിയാക്കിയെന്നും ജീവിതം വഴിമുട്ടിച്ചെന്നും ഭാര്യ ജയശ്രീ ജനം ടിവിയോട് പറഞ്ഞു. ചെല്ലൂരിലെ ഒരു ചെറിയ വീട്. ആ വീടിനുള്ളിൽ രാവും പകലും നീറി കഴിഞ്ഞുകൂടുകയാണിവർ. 2018 നവംബർ 29 എന്ന ദിവസമാണ് ഇവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. മതിലകം പുന്നക്കുരുവിൽ വെച്ച് നടന്ന അപകടം. അതിൽ അനീഷിന് തലയ്ക്കടിയേറ്റു. പിന്നീട് പതിയെ കാഴ്ച മങ്ങി തുടങ്ങി. ഇന്ന് ആന്തരികാവയവങ്ങളും തകരാറിലായിരിക്കുന്നു. അനീഷ് വന്നിരുന്ന ട്രാവലറിലേക്ക് കരിമ്പ് കയറ്റി വന്ന ഒരു പെട്ടി ഓട്ടോറിക്ഷ ഇടിച്ചു കയറിയതായി ജയശ്രീ പറയുന്നു. 29/11/2018 ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ആള് വർക്ക് ഷോപ്പിൽ നിന്ന് വണ്ടി എടുത്തു കൊണ്ടുപോകുമ്പോൾ മതിലകം പുന്നക്കുരു ബസാറിൽ വെച്ചിട്ട് റോങ് ആയിട്ടൊരു വണ്ടി വന്ന് ഇടിക്കുക ചെയ്തത്. അപ്പോൾ ആള് സൈഡ് ഒതുക്കി നിർത്തിയ വണ്ടിയായിരുന്നു. ആ ടൈമിലാണ് റോങ് ആയിട്ടൊരു കരിമ്പ് വണ്ടി വന്ന് ഇടിക്കുന്നത്. ഓവർലോഡായിരുന്നു അത്. കരിമ്പ് വന്ന് ഇടിച്ച് അതിലൊരാൾ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. ആൾക്ക് സ്റ്റിയറിങ്ങിൽ ഇടിച്ചിട്ട് തലയിടിച്ചിട്ട് അൺകോൺഷ്യസ് ആവുകയും ഇപ്പം ഇൻറ്റേർണൽ ബ്ലീഡിങ് നടന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് കണ്ണിൻ്റെ കാഴ്ച പോയി ഇൻറ്റേർണൽ ഓർഗൻസ് കംപ്ലൈൻ്റ് ആയിട്ട് കിടപ്പിലാണ്. അപകടത്തിൽ പെട്ടി ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ചൊവ്വല്ലൂർപ്പടി കുഞ്ഞു മുഹമ്മദ് ചികിത്സയിലിരിക്കെ മരിച്ചു. പിന്നാലെ അനീഷിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തെറ്റായ ദിശയിൽ വന്നത് ഓട്ടോറിക്ഷയാണെന്ന് കാട്ടി അനീഷിന്റെ ഭാഗത്തു നിന്നും പരാതി നൽകിയിരുന്നു. എന്നാൽ CCTV ദൃശ്യങ്ങൾ പോലും പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല. മൊഴിയെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥർ പെരുമാറിയത് തന്നെ തങ്ങൾക്ക് ഭീതി ഉണ്ടാകുന്ന രീതിയിലാണെന്നും ജയശ്രീ പറഞ്ഞു. കേസ് അവർ റോങ് ആയിട്ട് വന്നിടിച്ചത് ഞങ്ങളുടെ നേരെ FIR ഇട്ട് എൻ്റെ ഹസ്ബൻഡ് അവരുടെ വണ്ടിയിൽ ചെന്ന് ഇടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അന്ന് 2018 FIR ഇട്ടേക്കണത്. നമുക്കൊരു അന്വേഷണം എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം ഒരു അന്വേഷണമായിട്ട് വന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ്. ആ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ആ സാഹചര്യം പറഞ്ഞ ഒരു അവസ്ഥയിൽ ആളിങ്ങോട്ട് എൻ്റെ ഹസ്ബൻഡിനെ ചാടി എണീറ്റിട്ട് ചൂടായിട്ട് എന്താ ഉള്ളിലേക്ക് അങ്ങോട്ട് ഒരു ആഞ്ഞ് തല്ലാൻ വരുന്ന പോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ കേസിന് ഞങ്ങൾ മുന്നോട്ട് പോകരുതെന്നുള്ള ലക്ഷ്യത്തിലാണ് ആ ക്രൈംബ്രാഞ്ചിന്റെ സാറ് ഞങ്ങൾക്ക് ഉപദ്രവം വന്നേക്കണത്. ജയശ്രീ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ ജോലിക്ക് പോയിരുന്നത് അനീഷിന്റെ കാഴ്ച നഷ്ടമായതോടെ നിർത്തേണ്ടി വന്നു. ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ല. തൃശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു പിന്നീടുള്ള ചികിത്സ. എന്നാൽ അവിടെയും പണം ആവശ്യമായി വന്നപ്പോൾ തിരികെ വീട്ടിൽ വന്നു. ചികിത്സിക്കാൻ പണമില്ല, കൂടെ ആരുമില്ല. കേസിൻ്റെ പേരിൽ കോടതി കയറിയിറങ്ങേണ്ട അവസ്ഥ. ദുരിതമനുഭവിക്കുമ്പോഴും തൻ്റെ ഭർത്താവിൻ്റെ നീതിക്ക് വേണ്ടി പോരാടുകയാണ് ഈ യുവതി. ജനം, തൃശൂർ.